ഹേ ഫ്രണ്ട്സ്, വെൽക്കം ടു കുക്സ് ആപ്പ്. കുറേ ആയില്ലേ കണ്ടിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വ്യത്യസ്തമായ വീഡിയോ ആയിട്ടാണ്. ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ സീരിയൽസിൻ്റെ ഒക്കെ പൾസസിൻ്റെ ഒക്കെ പേരുള്ളൊരു വീഡിയോ അല്ലേ, മലയാളത്തിലും ഹിന്ദിയിലൊക്കെ. അപ്പോൾ അതുപോലത്തെ വേറൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. മില്ലറ്റ്സ്, അതേപോലെ തന്നെ ചില സ്പെഷ്യലായിട്ടുള്ള കുറച്ച് സീഡ്സ് ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ ചിയ സീഡ്സ്, ഫ്ലാക്സ് സീഡ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സീഡ്സിൻ്റെ ഒക്കെ ഹിന്ദി ആൻഡ് മലയാളം പേരൊക്കെ എന്തൊക്കെയാണ്, നമ്മളൊക്കെ വ്യത്യാസം ഉണ്ട്, കുറേ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു റിക്വസ്റ്റ് വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പറയണത് പേൾ മില്ലറ്റാണ്. പേൾ മില്ലറ്റിനെ ഹിന്ദിയിൽ നമ്മൾ ബാജ്ര എന്ന് പറയും, മലയാളത്തിൽ നമ്മൾ കമ്പ് എന്ന് പറയും. ഈ മില്ലറ്റ് വെറൈറ്റി ഒക്കെ നമ്മൾ ഈ നവരാത്രി അങ്ങനെ വ്രതത്തിനൊക്കെ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ലിറ്റിൽ മില്ലറ്റാണ്. അതിനെ ഹിന്ദിയിൽ കുട്ക്കി എന്ന് പറയും, അതേപോലെ തന്നെ മലയാളത്തിൽ ചാമരി എന്ന് പറയും. ഞാനതിൻ്റെ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് പറയണത് പ്രോസോ മില്ലറ്റാണ്. പ്രോസോ മില്ലറ്റിനെ നമ്മൾ ബർറി എന്ന് പറയും ഹിന്ദിയിൽ, അതേപോലെ തന്നെ മലയാളത്തിൽ വരക് എന്നാണ് പറയുക. നെക്സ്റ്റ് വരുന്നത് കോഡോ മില്ലറ്റാണ്. കോഡോ മില്ലറ്റിനെ നമ്മൾ ഹിന്ദിയിൽ കോദ്ര എന്ന് പറയും, മലയാളത്തിൽ കൂവരക് എന്ന് പറയും. അടുത്തതായിട്ട് വരുന്നത് നമ്മൾ സ്ഥിരം കാണാറുള്ള ഫിംഗർ മില്ലറ്റ് എന്നാണ്. നമ്മുടെ രാഗിന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഫിംഗർ മില്ലറ്റ് എന്നാണ്. അതിന് ഹിന്ദിയിൽ പറയുന്നത് നാച്നി എന്നാണ്. മലയാളത്തിൽ ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള പേരുള്ള മില്ലറ്റ് വേറെ ഉണ്ടാവില്ല. അത് നമ്മുടെ ഫിംഗർ മില്ലറ്റിന് നമ്മൾ മലയാളത്തിൽ ഞാൻ ഈ കണ്ണൂർ ഭാഗത്തേക്ക് കേട്ടിട്ടുള്ളത് ഈ മുട്ടരി, അതേപോലെ പഞ്ഞപ്പുല്ല് എന്ന് കേട്ടിട്ടുണ്ട്. ഞങ്ങൾ പാലക്കാടൻ ഭാഗത്തേക്ക് കോറ എന്നാണ് പറയാറുള്ളത്. എന്തായാലും ഡയബറ്റിക് ആൾക്കാർ ഗോതമ്പ് കഴിക്കണതിനേക്കാട്ടും നല്ലത് രാഗി കഴിക്കണതാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് ഫോക്സ് ടെയിൽ മില്ലറ്റാണ്. ഫോക്സ് ടെയിൽ മില്ലറ്റിനെ ഹിന്ദിയിൽ കങ്കനി എന്ന് പറയും, അതേപോലെ മലയാളത്തിൽ തിന്ന എന്ന് പറയും. തിണ്ണൈ, തമിഴ് ആ ഭാഗം സ്ലാങ് വരികയാണെങ്കിൽ തിണ്ണൈ എന്ന് പറയും. ഇനി ബാർൺയാർഡ് മില്ലറ്റ്, ഇത് നമ്മുടെ നവരാത്രി വ്രതത്തിൽ മെയിനായിട്ട് വരുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. നവരാത്രി അതേപോലെ ഏകാദശിക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു മില്ലറ്റാണിത്. അതിൽ നമ്മൾ കുതിരവാലി അല്ലെങ്കിൽ കവാടപ്പുല്ല് എന്നാണ് മലയാളത്തിൽ പറയുക, ഹിന്ദിയിൽ അതിനെ ജങ്കോര എന്ന് പറയും. ഇനി അടുത്തത് പറയണത് സോർഗം മില്ലറ്റാണ്. ഇത് ആക്ച്വലി എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയൊരു സാധനം കേട്ടോ. ഞാൻ ഇതിലിങ്ങനെ റിസർച്ച് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് കുറേ കാര്യങ്ങൾ അറിഞ്ഞത്. ഹിന്ദിയിൽ അതിനെ ജുവാർ എന്ന് പറയും, അതേപോലെ മലയാളത്തിൽ ചോളം എന്ന് പറയും. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിക്കണ ചോളമല്ല, അതിന് ആക്ച്വലി മെയ്സ് എന്നാണ് പറയുക. നമ്മുടെ ഈ രണ്ട് പിക്ചേഴ്സ് കണ്ടാൽ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും. ആക്ച്വലി നമ്മുടെ ശരിക്കത്തെ ചോളമല്ല, ഇതിനെ മണിച്ചോളം എന്നാണ് പറയുക. ഇതിനെ ആക്ച്വലി ഗിനി കോൺ എന്നാണ് ആക്ച്വലി നമുക്ക് പറയണ ഒരു പേര്. നമ്മുടെ ശരിക്കത്തെ കോണാണ് റൈറ്റ് സൈഡിലുള്ളത്, അതാണ് നമ്മുടെ സാധാരണ ചോളം. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് കിനുവയാണ്. കിനുവ ഇപ്പോൾ ആക്ച്വലി കുറേ വെയിറ്റ് ലോസ് റെസിപ്പീസിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണല്ലോ അല്ലേ. അപ്പോൾ അത് ആക്ച്വലി ഒരു മില്ലറ്റ് അല്ല, അതൊരു വെജിറ്റബിൾ സീഡാണ്. അമരാന്ത് പോലെ, അമരാന്ത് എന്ന് പറയുന്നത് നമ്മുടെ ചീരയുടെ ഒരു സീഡുള്ള പോലെ, അതുപോലെ ഒരു വെജിറ്റബിൾ സീഡാണ് കിനുവ. അതിന് ഹിന്ദിയിൽ കിനുവ എന്ന് തന്നെ പറയുക, മലയാളത്തിൽ തന്നെ സീമത്തിണ്ണ എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ ഞാൻ കുറേ തപ്പി കണ്ടുപിടിച്ചതാണ് ഇത്. അത് കുറേ പേരിങ്ങനെ മിസ്പ്രൊണൗൺസ് ഒക്കെ ചെയ്യാറുണ്ട്, ക്വിനോവ എന്നൊക്കെ പറഞ്ഞിട്ട്. വാട്ട് എവർ ഇറ്റ് ഈസ്, അത് കിനുവ എന്നാണ് അതിനെ ആക്ച്വൽ പ്രൊണൗൺസ് ചെയ്യുക. ഇതാണ് സംഭവം. നെക്സ്റ്റ് വരുന്നത് ഫ്ലാക്സ് സീഡാണ്. ഇപ്പോഴത്തെ വലിയ താരമാണ് ഫ്ലാക്സ് സീഡ്, കാരണം അത് എഗ്ലെസ് കേക്കിൻ്റെ റെസിപ്പീസിൽ, അതേപോലെ തന്നെ വെയിറ്റ് ലോസ് റെസിപ്പീസിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ അതിനെ നമ്മൾ ഹിന്ദിയിൽ അൽസി ബീജ് എന്നാണ് പറയുക, മലയാളത്തിൽ അതിനെ ചെറുചാന വിത്ത് എന്നാണ് പറയുക കേട്ടോ. അതിങ്ങനെ ലൈക്ക് ഈ ചെറിയ സീഡ്സ് വെറൈറ്റിയിൽ കുറേ എണ്ണം ഉള്ളതുകൊണ്ട് കുറേ കൺഫ്യൂഷൻസ് ഉണ്ട്. അതിന് മലയാളത്തിൽ ചെറുചാന വിത്ത് എന്നാണ് പറയുക. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന ഒരു വലിയ കൺഫ്യൂഷനുള്ള സാധനം കേട്ടോ. എനിക്ക് വലിയ കൺഫ്യൂഷൻ ഉണ്ടായിട്ടുള്ള ഒരു സാധനമാണ് ചിയ സീഡ്സും സബ്ജ സീഡ്സും. ഇത് ഭയങ്കര കൺഫ്യൂഷനുള്ള സാധനമാണ്. കാരണം ചിയ സീഡ്സിനെ ചിലവർ കശകശ എന്ന് പറയും, സബ്ജ സീഡ്സിനെ ചിലവർ കശകശ എന്ന് പറയും. എന്താണ് ആക്ച്വൽ കശകശ എന്ന് എനിക്കൊരു കൺഫ്യൂഷൻ തോന്നിയിട്ടുണ്ട്. ഈ കസ്കസ് സീഡ്, കശകശ, ഇതൊക്കെ ഫുൾ കൺഫ്യൂഷനായി. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ ആ കൺഫ്യൂഷൻ തീർക്കണം എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ചിയ സീഡ്സിനെ നമ്മൾ ഹിന്ദിയിൽ ചിയ ബീജ് എന്നാണ് പറയുക, അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ ചിയ വിത്തുകൾ എന്നാണ് പറയുക, കശകശ എന്ന് അല്ല പറയുക. അതേപോലെ തന്നെ സബ്ജ അല്ലെങ്കിൽ ബേസിൽ സീഡ്സ്, തുളസിയുടെ വിത്തിനെ നമ്മൾ മലയാളത്തിൽ തുളസി വിത്ത് പറയും, അല്ലെങ്കിൽ തുക് മറിയ എന്ന് പറയും. ഹിന്ദിയിൽ അതിനെ സബ്ജ കെ ബീജ് എന്നാണ് പറയുക. ഈ കശകശ എന്ന് പറയുന്ന സാധനം നമ്മുടെ ഫലൂഡ ബീജില്ലേ, ഫലൂഡയിലിടുന്ന സാധനം, അത് ആക്ച്വലി നമ്മുടെ ഈ തുളസി വിത്തുകൾ തന്നെയാണ്. അതിനെ ഖസ്ഖസ് എന്നല്ല പറയുക, കശകശ എന്നല്ല പറയുക. അതിങ്ങനെ ഒരു ടേമായിട്ട് വന്നതാണ്. ആക്ച്വൽ നമ്മൾ പറയണ ആ ഖസ്ഖസ് എന്ന് പറഞ്ഞ സാധനം പോപ്പി സീഡ്സ് ആണ്.
അതിനി വരണ സ്ലൈഡിൽ ഞാൻ ക്ലിയർ ചെയ്ത് കാണിച്ചു തരാം. ഈ പോപ്പി സീഡ്സ് പറഞ്ഞാൽ പോപ്പി ഫ്ലവറിന് കിട്ടുന്ന സീഡിനെയാണ് നമ്മൾ ഖസ്, അത് ഹിന്ദിയിലും മലയാളത്തിലും ഖസ് എന്നാണ് പറയുക, അല്ലെങ്കിൽ കഷ എന്ന് പറയും. ഓക്കെ, അത് പോപ്പി സീഡ്സിനെയാണ് അങ്ങനെ പറയണത്. അതിനൊരു നല്ല ആയുർവേദിക് പ്രോപ്പർട്ടി ഉള്ളൊരു സാധനമാണ്. അത് ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും അതേപോലെ നല്ല ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു വിത്താണ്. നമ്മുടെ ഗരം മസാലയുടെ പാക്കറ്റിൽ കിട്ടില്ലേ, അതാണ് പോപ്പി സീഡ്സ് കസ്കസ്. ഈ കഷയുടെയും കസ്കസിൻ്റെയൊക്കെ കൺഫ്യൂഷൻ ഉണ്ടായത് നമ്മുടെ പൊക്കോടയും കൊക്കോടയും തമ്മിലുള്ള കൺഫ്യൂഷൻ ഉണ്ടായതുപോലെ ഈ പക്കോട എന്ന് പറയുന്ന ആക്ച്വൽ സാധനം നമ്മുടെ കടലമാവും ഉള്ളിയൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ വറക്കണതാണ്. അതുപോലെ കൊക്കോട എന്ന് പറയുന്നത് നമ്മുടെ പരന്ന റിബൺ മുറുക്കില്ലേ, അതിനാണ് കൊക്കോട എന്ന് പറയുക. പക്ഷേ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും യൂസ് ചെയ്യാൻ തുടങ്ങിയ പോലെയാണ്. അപ്പോൾ അതുപോലെ ഇങ്ങനെ ആരോ ഇങ്ങനെ യൂസ് ചെയ്ത് വന്നിട്ട് അങ്ങനെ യൂസായി പോയ ഒരു ടേമാണ് ഈ കഷ അല്ലെങ്കിൽ ആ ഫലൂഡ സീഡ്സിനെ നമ്മളിങ്ങനെ പറയണത്. ഓക്കെ, അപ്പോൾ എല്ലാ കൺഫ്യൂഷൻസും ക്ലിയർ ആയി എന്ന് വിചാരിക്കണു. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് അതല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ഇഷ്ടമായി കഴിഞ്ഞാലും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ റിലേറ്റീവ്സിനെയും ഫ്രണ്ട്സിനെയും കൂടെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ബട്ടൺ അമർത്തണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യാം. See you next time in another video. Bye bye.